നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് മുടിയിലൊക്കെ കുഞ്ഞു കുഞ്ഞു നര ഉണ്ടാകുന്നത് എങ്ങനെയാണ്. ഇപ്പം എല്ലായിടത്തും നമുക്ക് നാച്ചുറൽ ഹെന്നകൾ കുറവാണ്. അപ്പോൾ സാധാരണ കെമിക്കൽ ഹെന്ന ഉപയോഗിച്ചാലും ഡൈ ഉപയോഗിച്ചാലും ബാക്കി മുടികൾ കൂടുതൽ നരച്ചു പോകും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു എളുപ്പ ടിപ്സാണ്. ആദ്യം നമുക്ക് മുടിയിൽ എണ്ണയൊക്കെ കഴിഞ്ഞത് കണ്ടോ, ഒട്ടും എണ്ണയില്ലാതെ ഒട്ടലില്ലാത്ത മുടിയായിട്ട് എടുക്കണം. ഒട്ടും എണ്ണ മുടിയിൽ കാണരുത്. മുടി നന്നായിട്ട് കഴുകി ഷാമ്പൂ ഇട്ട് ഉണക്കുക. അതിനുശേഷം നമുക്ക് മുടി ഇങ്ങനെ ഒരു ഹെയർ ബാൻഡോ എന്തെങ്കിലും വെച്ച് അല്ലെങ്കിൽ പിന്ന് വെച്ച് നമുക്കിങ്ങനെ എല്ലാ മുടിയിലും നരയില്ല. എനിക്കെന്ന് പറയുമ്പോൾ ഇടയ്ക്ക് 1-2 മുടിയിൽ പതുക്കെ പതുക്കെ ഉണ്ട്. വെച്ചാൽ മുടി നമുക്കൊരു സാധാരണ മുടി നരയ്ക്കണതെന്ന് പറയുമ്പം മെലാനിൻ കുറവുള്ള മുടിയാണ്. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നന്നായിട്ട് കഴുകി ഉണക്കി വൃത്തിയാക്കി ഈ ഇടയിലുള്ള ഓരോ മുടിയും ഇങ്ങനെ പിടിച്ചിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് നമ്മുടെ ട്യൂബാണ്, മൈലാഞ്ചി ട്യൂബ് കട്ട് ചെയ്തിട്ട് കുറച്ച് നമ്മളൊരു പാത്രത്തിലോട്ട് എടുക്കുക. അല്ല, ഞാനിപ്പോൾ എളുപ്പത്തിന് നമ്മുടെ കയ്യിലാണ് എടുത്തിരിക്കുന്നത്. കയ്യിലോട്ട് എടുത്തിട്ട് ഈ കുഞ്ഞു മുടിയിൽ ഇങ്ങനെ ലൈറ്റായിട്ട് തൂത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ബാക്കി കളർ കൊടുക്കുന്ന പോലെ ഒന്നും വെക്കണ്ട. അപ്പോൾ നമുക്ക് അവധിയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ തൂത്ത് എടുക്കുക. അത് കുറേ നേരം അവിടെ ഇരിക്കട്ടെ. ഇപ്പം മൈലാഞ്ചി ട്യൂബ് നമുക്ക് പല കളർ കിട്ടും. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്ക് ഫുൾ മുടിക്ക് കൊടുക്കാതെ ഇടയ്ക്കിടയ്ക്ക് അർജൻറ്റുള്ള ഓരോ മുടിയിലും തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് കഴുകുമ്പോൾ ഷാമ്പു യൂസ് ചെയ്യേണ്ട, ചുമ്മാ വെള്ളത്തിൽ കഴുകി കളയുക. അത് ആദ്യത്തെ പ്രാവശ്യം ഒരുപാട് പിടിച്ചില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. രാത്രിയാണെങ്കിലും ജസ്റ്റ് ഒന്ന് പുരട്ടിയിട്ട് കിടന്നാൽ മതി. രാവിലെ നിങ്ങൾക്കത് കഴുകി ക്ലീൻ ആക്കിയാൽ മതി. ഷാമ്പു യൂസ് ചെയ്യാതെ കഴുകി ഒന്ന് കറക്റ്റ് ചെയ്യുക. എന്നിട്ട് ചെറുതായിട്ട് ഉണങ്ങിയിട്ടാൽ മതിയാവും. പിന്നെ നമ്മൾ എന്നും ഷാമ്പു കൊടുക്കണ്ട. എപ്പോൾ ഷാമ്പു കൊടുത്താലും തലയൊട്ടിയിൽ എണ്ണ കൊടുത്തിട്ട് വേണം നമുക്ക് ഷാമ്പു കൊടുക്കാൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടീഷണറിൻ്റെ ഒരു ആവശ്യമില്ലാതെ തന്നെ മുടി നല്ല സിൽക്കി ആയിട്ട് കിടക്കും. അപ്പോൾ എന്നും കണ്ടീഷണർ യൂസ് ചെയ്യുന്ന മുടിക്ക് അത്ര കറക്റ്റല്ല. മുടി പൊഴിയാനായിട്ട് എളുപ്പമുണ്ട്. കണ്ടീഷണർ കൊടുക്കുമ്പം നമ്മുടെ മുടിയുടെ റൂട്ടിൽ പറ്റാതെ മുടിയുടെ മേളിലാണ് നമ്മളിങ്ങനെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ കളർ കൊടുക്കുന്നതെന്ന് കണ്ടീഷണർ കൊടുക്കേണ്ട, നോർമൽ ഷാമ്പു ഇട്ട് മുടി കഴുകിയിട്ട് നിങ്ങളൊന്ന് ചുമ്മാ ഇട്ടാൽ മതിയാകും. അപ്പോൾ 2-3 മണിക്കൂർ മുടിയിൽ ഇരുന്നിടത്ത് കുഴപ്പമില്ല. അവധിയുള്ള ടൈമുകളിൽ ഇത് ചെയ്യുക. ഇതൊരു കുഞ്ഞു ടിപ്സാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മളിപ്പോൾ എന്ന് പറയുമ്പോൾ ഒരു 10-11 വയസ്സുള്ള പിള്ളേർക്ക് തൊട്ട് ഇങ്ങനെ നര കാണാറുണ്ട്. അവർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്കിത് ചെയ്തു കൊടുക്കാം. ഇതിനൊന്നും ഓവർ കെമിക്കലില്ല. ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ മൈലാഞ്ചി അരച്ചാണെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ മച്ചിങ്ങ ഉരച്ചിട്ട് അത് തൂത്താലും നല്ല കളർ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന സംഭവം ചെയ്യുക. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും വളരെ തിരക്കിലൂടെ പോണ ഒരു ടൈമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ടപ്പ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഇത് ചെയ്യാൻ നിങ്ങളെ ഞാൻ പറയണത്. ഈ കുഞ്ഞ് ടിപ്സ് പരീക്ഷിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്ത് നമ്മൾ ഈ മൈലാഞ്ചി ട്യൂബ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി നന്നായിട്ട് പാക്ക് ചെയ്ത് വായു കടക്കാത്ത രീതിയിൽ എന്തെങ്കിലും വെച്ച് ഒട്ടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലേ വീണ്ടും നമുക്ക് അതിൻ്റെ കളർ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളിതൊന്ന് കറക്റ്റ് ചെയ്യുന്നത് എല്ലാം ബേസ് നല്ല രീതിയിൽ ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ ബാക്കി യൂസ് ചെയ്യാൻ വെച്ചേക്കരുത്. അപ്പം പിന്നെ ഓർക്കരുത് ഞാനിത് യൂസ് ചെയ്തിട്ട് കളർ കിട്ടിയില്ലല്ലോ എന്ന്. അപ്പോൾ കഴിയുന്നതും അന്നേരം യൂസ് ചെയ്യുകയാണ് നല്ലത്. പുതിയ ട്യൂബ് വാങ്ങിച്ചിട്ട് ഇതിന് ഒരുപാട് വിലയൊന്നുമില്ല. സാധാരണ കട്ടിയുള്ള മുടി പെട്ടെന്ന് നരയ്ക്കില്ല. എന്നാൽ ചെമ്പിപ്പ് കലർന്നത് ആ മുടികളും നൈസ് മുടിയാണ് പെട്ടെന്ന് നരയ്ക്കണത്. ആ മുടിക്ക് മെലാനിൻ കുറവാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. താങ്ക് യു.